ഗൈസ് ഇന്നലെ നിങ്ങളുടെ ബർത്ത്ഡേ അപ്പോൾ ഇന്നലെ നിങ്ങൾ കേക്ക് വാങ്ങാൻ ഒറ്റ വാശിയുണ്ട്. പക്ഷേ നമ്മൾ ഇന്നലെ വാങ്ങിയിട്ടില്ല. നമ്മൾ ഇന്ന് വാങ്ങിയത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. ആളെ ലോഡ് പോയി തപ്പുന്നുണ്ട്. ആളെ എക്സ്പ്രഷൻ കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചാൽ കേക്ക് കിട്ടാത്തതിനുള്ള അസുഖങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചു കേട്ടോ. നമുക്ക് ഏതായാലും സർപ്രൈസ് ആയിട്ട് കേക്ക് കൊടുക്കാം. കേക്കില്ലല്ലോ, കേക്ക് ആരും വേണമെന്ന് ഇവിടെ കേക്ക് കൊണ്ടുവന്നു. നീ രണ്ട് പ്രശ്നം എന്താ? കേക്കില്ല, പൈസ ഇല്ല. പൈസ ഇല്ലാതെ എങ്ങനെ കേക്ക് വാങ്ങാ? പൈസ ഇല്ല, അപ്പം എങ്ങനെ കേക്ക് വാങ്ങാ? പോയി കളിച്ചോ. നമുക്ക് ടോയ്സ് ഒക്കെ വാങ്ങി തന്നില്ല, അതിനോട് കളിച്ചോ പോയിട്ട്. കേക്കില്ല, ഇങ്ങോട്ട് ആ വാതിലടിച്ച് പോരെ. അമർത്തി അടിച്ചു. എന്താണ് പ്രശ്നം? എന്താ കേക്ക് എന്നോട് ആരെന്ന് വാങ്ങി തരുന്ന പറഞ്ഞേ? കേക്ക് വാങ്ങാൻ പൈസ ഇല്ലാന്ന് പറഞ്ഞില്ല എന്നോട്? കേക്ക് വാങ്ങാൻ പൈസ ഇല്ലാന്ന് എന്നോട് പറഞ്ഞേ. അണ്ണാച്ചന് കൊണ്ടുപോയി നോക്കി പൂട്ടി പോരെ. കേക്കില്ല, വാലടിച്ചാൽ നമുക്ക് അങ്ങാടി പോയി കേക്ക് വാങ്ങി വരാം. അത് തന്നെ വീട്ടിൽ പോയിട്ടേ മാനിന്റെ വണ്ടി കണ്ടു നോക്കിയാ, വണ്ടി കൊണ്ട് നമുക്ക് പോവാനാ. പോയി നോക്കി വാട്ടോ. നോക്കി വാട്ടോ. എൻ്റെ പൊന്നോ, ഞാൻ നിന്റെ ബർത്ത്ഡേൻ്റെ ബ്ലോഗിൻ്റെ ടൈമിലുണ്ടല്ലോ, എന്നെ അറിയുന്ന ആൾക്കാർ, എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാരായിക്കോട്ടെ, ആരായിക്കോട്ടെ, വീഡിയോ കണ്ടതിന് ശേഷം എനിക്ക് കോളായിരുന്നു. എന്തുകൊണ്ട് ഈ കുട്ടീൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്തില്ല, എന്തിനാണ് ആ കുട്ടീനെ കരയിപ്പിച്ച് ചോദിച്ചിട്ടാണ് എല്ലാവരും ക്വസ്റ്റ്യൻസ് വന്നത്. അപ്പോൾ നമ്മൾ അന്നേ വിചാരിച്ച കാര്യമാണ് ബർത്ത്ഡേ കേക്കൊന്നും കട്ട് ചെയ്യണം. നമ്മൾ അത്രയും സിറ്റുവേഷനല്ല പോകുന്നത്, ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷേ അവളെ സന്തോഷമാണ് നമ്മളെ സന്തോഷം. അതുകൊണ്ട് നമ്മൾ എന്താക്കി, ബർത്ത്ഡേൻ്റെ അന്ന് ഗിഫ്റ്റ് കൊടുക്കുക, പിറ്റേ ദിവസം കേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിന്. വേറെ ഒന്നുകൊണ്ടല്ല, ബ്രദറുടെ നാട്ടിലില്ലായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു അവന് വരുമ്പം കേക്ക് കൊണ്ടുവരാം, എന്നിട്ട് കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ. രണ്ട് പേര് അങ്ങനത്തെ ബോണ്ടാണ്. ഉപ്പൻ്റെ സ്നേഹമൊക്കെ കിട്ടിയിട്ടില്ലെങ്കിൽ ഉപ്പയെ പോലെ അവളെ സ്നേഹിക്കുന്ന ഒരാൾ എൻ്റെ ബ്രദറാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രദർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോൾ രാവിലെ അവൻ കേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾ സ്കൂളിൽ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു. അപ്പം എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ച് നമ്മൾ തന്നെ നിന്നെ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ഓൾ എത്രത്തോളം ഹാപ്പി ആക്കാൻ പറ്റുന്നുണ്ട് അത്രത്തോളം നമ്മൾ ഹാപ്പി ആക്കുന്നുണ്ട്. ആസ് എ സിംഗിൾ മദർ എനിക്ക് എത്രത്തോളം പറ്റും എന്നുള്ളത് എനിക്കറിയത്തില്ല. അപ്പോൾ ഇതുവരെ ഞാൻ ഓളെ ഹാപ്പിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.